നമ്മളൊക്കെ സ്റ്റുഡൻസ് ആണ്. അപ്പം നമ്മൾ ഹോസ്റ്റലിൽ നിന്നാണ് നിൽക്കുന്ന കുട്ടികളാണ്. അപ്പം നമുക്ക് എപ്പോഴും ഈ പറയുന്ന ഈ ആരോഗ്യപരമായിട്ടുള്ള ഫുഡ് ഇപ്പം നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇപ്പം അവൈലബിൾ ആവുന്നത് ഈ ഫാസ്റ്റ് ഫുഡാണ്. ഇപ്പം ഈ പറയുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ വാങ്ങണമെങ്കിൽ എങ്ങനെ പോയെന്ന് പറഞ്ഞാലും ഒരു 10-250 രൂപയാവും നമ്മൾ കടയിൽ പോയി ഇതൊക്കെ കഴിക്കാൻ. അതേസമയം ഒരു 30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 2 പൊറോട്ടയും ചാറും കഴിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ സാഹചര്യമാണ്. ഏറ്റവും ഓണം പിടിച്ച ഒരു സാധനമാണ് ഈ പൊറോട്ട. അലോസ്കിൻ ഒരു കെമിക്കൽ വെച്ചിട്ടാണ് ഇത് ബ്ലീച്ച് ചെയ്യുന്നത്. എലികൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ എലികൾക്ക് ഡയബറ്റിക്സ് ആവും. സയന്റിസ്റ്റുകൾ ഈ ഡയബറ്റിക്സിന്റെ മരുന്ന് പരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ഈ എലികളെയാണ്. ആ സാധനം കൊണ്ടാണ് നമ്മുടെ ഈ പൊറോട്ട ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കേരളമാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമേഹത്തിന്റെ ആഗോള തലസ്ഥാനമായിട്ട് കേരളം മാറിയതിന്റെ കാരണം ഈ വല്ലപ്പോഴും കൂടെ കഴിക്കുന്ന സാധനം ഒരു പൊറോട്ട, മുരിഞ്ഞ പൊറോട്ട, അതിനാ കുറച്ച് ബീഫൊക്കെ ഒഴിച്ച് കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ഒന്ന് എത്ര വർഷമായിട്ട് കഴിച്ചോണ്ടിരിക്കുക നമ്മളൊക്കെ. അതൊക്കെ മാറിയിട്ട് അതിൽ നിന്ന് അസുഖങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് വല്ലപ്പോഴും കൂടെ അത് നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, പക്ഷെ ഇഷ്ടം പോലെ ആവരുത്. ഈ കാരണം ഇപ്പം നമ്മളൊരു മന്തി കൾച്ചർ വ്യാപകമായി. തീർച്ചയായിട്ടും ഇത്രയും കൂടുതൽ ആൾക്കാർ മലയാളികൾ ഇപ്പൊ ഇതൊരു അറേബ്യൻ ആക്രമണമാണല്ലോ, അവിടുന്ന് വന്നല്ലേ ഇത്. അപ്പൊ ഈ കുഴിമന്തി ഇത്രയും വ്യാപകമാകാനുള്ള കാരണം എന്താ കേരളത്തില്? പ്രവാസത്തിന് ശേഷം ആളുകൾ വന്നതിന് ശേഷം ഇതൊരു ട്രെൻഡായി മാറുകയും ആളുകൾക്ക് അത് വളരെ ഭംഗിയായി ഇഷ്ടപ്പെടുകയും പെട്ടെന്ന് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ ശുദ്ധമായി പെട്ടെന്ന് കഴിക്കാൻ സാധിക്കും. അങ്ങയുടെ കടയില് ഈ കുഴിമന്തി കഴിക്കാനൊക്കെ ആവറേജ് ഒരാൾ ഒരു ദിവസം എത്ര ആൾക്കാർ വരുന്നുണ്ട്? ഇപ്പോ 400-500 പേര്, 400-500 ആൾക്കാർ വരുന്നുണ്ട്. തീർച്ചയായും കൂടിക്കൊണ്ടിരിക്കുകയാണോ? തീർച്ചയായിട്ടും. മന്തി ചിക്കൻ പുഴുങ്ങിയാ എടുക്കണേ, അത് എണ്ണയിൽ പൊരിക്കണല്ലോ, അതാണ് അതിന്റെ മെയിൻ കാര്യം. അതുകൊണ്ടാണ് അത്രയും ആളുകൾ ഇഷ്ടം. ഈ കുഴിമന്തിക്ക് വേറെ എന്തെങ്കിലും പേരിടാൻ പറ്റുമോ? ആ പേര് കേൾക്കുമ്പോൾ എന്തോ ഒരു കുഴിയിൽ പാചകം ചെയ്യുന്നതുകൊണ്ടാണ് അത് കുഴിമന്തി എന്ന് പറഞ്ഞത്. കുഴിമാന്തിയാണ്. ഒന്ന് മൈദ എന്നുള്ള സാധനം സിനിമാ പോസ്റ്റർ ഒട്ടിക്കേണ്ട സാധനമാണ്. മൈദ സിനിമ പോസ്റ്റർ ഒട്ടിക്കേണ്ട. അതെ, അത് ഭക്ഷണേ അല്ല. അത് വെച്ചാ പൊറോട്ട ഉണ്ടാക്കുന്നത്. അത് വെച്ചാ പൊറോട്ട ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ 28 വർഷം ഹോട്ടൽ നടത്തുന്ന ഒരാളാണ്. ആണോ? 28 വർഷം. അങ്ങനെ അവിടെ പൊറോട്ട ഉണ്ടാക്കുന്നില്ലയോ? ഞാൻ അവിടെ ചായ ഇല്ല, കാപ്പി ഇല്ല, പഞ്ചസാര ഇല്ല, പാലില്ല, മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, മസാല പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല. കായം, പുളി, പരിപ്പ്, പത്തരയ്ക്ക, കടുക്, അച്ചാറ്, പപ്പടം, എണ്ണ പലഹാരങ്ങൾ, ഫ്രിഡ്ജ് ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. അതെന്താ അങ്ങനെ തീരുമാനിക്കാൻ കാര്യം? ഒന്നും ഉപയോഗിക്കാതെ 28 വർഷം ഞാൻ ഹോട്ടൽ നടത്തുന്നു. എനിക്ക് 75 വയസ്സായി. എനിക്കൊരു അസുഖമില്ല. ഇതൊക്കെ കഴിച്ചിട്ട് എനിക്കൊരു അസുഖമില്ല കേട്ടോ. അപ്പൊ നിങ്ങള് കഴിക്കണ്ടെന്നല്ല പറഞ്ഞത്, ഞാൻ കഴിക്കണ്ട എന്ന. ഞാൻ അത്യാവശ്യം ഇറച്ചി മീനും കള്ളും കുടിക്കുന്ന ആളാണ്. അങ്ങയുടെ കടയിലേക്ക് ആളുകൾ വരുന്നുണ്ടോ? ഞാൻ 75,000 മാസം വാടക കൊടുത്താണ് ബിസിനസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ മൈദ കഴിക്കാനുള്ള വയറില്ല. എനിക്ക് പ്രശ്നമേ അല്ല. 16 മണിക്കൂറാണ് ആ മൈദ തയ്ക്കണമെങ്കിൽ. ഗോതമ്പ് തയ്ക്കാൻ 3 മണിക്കൂർ മതി. ഈ പശ തയ്ക്കാൻ 16 മണിക്കൂർ വേണം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ലൈഫിനെ പറ്റിയും ഹെൽത്തിനെ പറ്റിയും ഒക്കെ ആണെങ്കിൽ അതിന്റെ അടിസ്ഥാനം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫിലോസഫി എവല്യൂഷൻ ആണ്. ലൈഫ് ഇവോൾവ് ചെയ്തതാണ്. നമ്മളെല്ലാം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു ജീവിയും പ്രകൃതിയിൽ ആരോഗ്യത്തോടെ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനം എവല്യൂഷണറി പ്രിൻസിപ്പിൾസ് ആണ്. എവല്യൂഷനാണ് അതിന്റെ അടിസ്ഥാനം. അപ്പോൾ എവല്യൂഷൻ ആയിട്ട് ഞാൻ പറയുന്നത്, ഇപ്പൊ മനുഷ്യന്റെ ഭക്ഷണം എടുക്കുകയാണെങ്കിൽ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡ് എന്ന് പറയാൻ പറ്റില്ല. അത് ഓരോ റീജിയൻ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. താങ്കളുടെ ഒരു ഭക്ഷണക്രമം എങ്ങനെയാ? പഴവർഗ്ഗങ്ങള്, മീറ്റ്, ഫിഷ് ഒക്കെയാണ് എന്റെ ഡയറ്റിൽ ഉണ്ടാവുന്നത്. അതിന്റെ ഒരു മേജർ പോർഷൻ ഫ്രൂട്ട്സ് ആയിരിക്കും. മീറ്റും ഫിഷും എഗ്സും ഒക്കെ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. എനിക്ക് ഇന്ത്യക്ക് പുറത്ത് ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഖത്തറിൽ. അവിടുത്തെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡ് സ്പേസ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു പ്രോജക്റ്റ്. അവിടെ അവരുടെ ഹെൽത്തി ഫുഡ് മീറ്റാണ്. മീറ്റ് അവരുടെ ഹെൽത്തി ഫുഡ്, അവരുടെ സെക്കൻഡറി ഫുഡായിട്ട് മാത്രമാണ് പ്ലാന്റ് ബേസ്ഡ് ഫുഡ് നിൽക്കുന്നത്. അപ്പോൾ എവല്യൂഷൻ ആയിട്ട് നോക്കും. എവല്യൂഷൻ എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ട് താങ്കൾ ഏത് ഫുഡിനെ സപ്പോർട്ട് ചെയ്യും? ലോക്കൽ ഫുഡ്. ലോക്കൽ ഫുഡ് അദ്ദേഹം നടത്തും ബിസിനസ്സാ. ഇത് ജനങ്ങളുടെ പൈസ എങ്ങനെ മേടിച്ച് പോക്കറ്റിലിടാന്ന ചിന്തിക്കണം ഞാനടക്കം. അല്ലാതെ ആരും സർവീസിനൊന്നല്ല ഇരിക്കണേ. അദ്ദേഹം കുഴിമന്തി കൊടുത്ത് കച്ചവടം ചെയ്യണു. ഇദ്ദേഹം ജനങ്ങളുടെ വേറെ മാർക്കറ്റിംഗ് ചെയ്യണു. അതായത് ആ രീതിയിലുള്ള ആൾക്കാരെ മാർക്കറ്റ് ചെയ്യണു. ഇദ്ദേഹം ചായയും കാപ്പിയും ചീത്തയാണ് അങ്ങനെയുള്ളവരെ മാർക്കറ്റ് ചെയ്യണു. ഇതെല്ലാം ആരോഗ്യത്തിന് ഗുണവും ദോഷവും ഇതിലത്തൊക്കെ ഉണ്ട്. അപ്പൊ കച്ചവടം ചെയ്യുന്നവര് അല്ലേ, കച്ചവടം ചെയ്യുന്നവര് സ്വന്തം ബിസിനസിനെ മാത്രം പ്രൊജക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഈ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ആരോഗ്യം പ്രധാനമാണ്. ഭക്ഷണം മനുഷ്യന്റെ ചോയ്സ് ആണല്ലോ. ഏത് ഭക്ഷണം
ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഇത് നോക്കി മനസ്സിലാക്കി കഴിക്കാവുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അമിതമായിട്ട് ഒരു ഭക്ഷണം കഴിക്കാതിരിക്കുക, ലിമിറ്റ് ചെയ്ത് വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ പുതിയ ഭക്ഷണക്രമങ്ങൾ വരുന്നത് ലിമിറ്റ് ചെയ്ത് കഴിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. അങ്ങ് ഈ കുഴിമന്തി, അൽഫാം, പിന്നെ ഷവർമ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഭക്ഷണ രീതികൾ ഇപ്പോൾ മലയാളികൾക്ക് വളരെ താല്പര്യമായി കഴിഞ്ഞു. അതായത് പാതി വെന്തൊരു സാധനം നേരെ കെട്ടി തൂക്കിയിട്ടേക്കുന്നു, അതിൽ ഈ വഴിയെ പോകുന്ന കാറ്റും പൊടിയും എല്ലാം അടിച്ചു കയറുന്നു. ഇപ്പൊ സർക്കാരൊന്നും ശ്രദ്ധിക്കുന്നില്ല, കാരണം ലൈസൻസ് ഉള്ള എത്ര കടകളുണ്ടെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മൾ ഏതെങ്കിലും ആർക്കെങ്കിലും ഈ അപകടം കൊണ്ട് ചത്തുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് 2 ദിവസം പരിശോധന നടത്തും. ഏതെങ്കിലും ഒരു മന്ത്രി ഉടൻ തന്നെ റിപ്പോർട്ട് തേടും. ഈ തേടി റിപ്പോർട്ടെല്ലാം കൂടെ സെക്രട്ടറിയേക്കാളും കൂടുതൽ വളർന്നു കാണും. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ച് കഴിക്കുന്ന ആൾക്കാർ അവയറാകുക എന്നുള്ളതാണ് നമുക്ക് വേറെ പറയാനില്ല. ഇതേ സംഭവം നോർത്ത് ഇന്ത്യയിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഉണ്ട്. ഇന്ത്യയിൽ നമ്മൾ എവിടെ റോഡ് മാർഗം സഞ്ചരിച്ചാലും ഇതെല്ലാം കാണാം. ചപ്പാത്തിയൊക്കെ വെറുതെ കല്ലില്, കാണുന്ന കല്ലില് ചുട്ട് തന്നെ ചപ്പാത്തി. അവർക്കൊന്നും ഒരു പ്രശ്നം. അതുപോലെ സാറ് ഓർക്കണ്ടാവും, സാർസ് എന്ന് പറഞ്ഞ രോഗം വന്നു. അന്ന് CMC വെല്ലൂർ ഹോസ്പിറ്റലിലെ ആളുകൾ പറഞ്ഞു ഇന്ത്യക്കാർക്ക് അത് വരില്ല എന്ന്. അപ്പോഴത്തേക്ക് ഇവിടെ പ്ലേക്കാണ് മറ്റേ എന്നൊക്കെ പറഞ്ഞ് ബോംബെയിലാണ്. പക്ഷെ ബോംബെയിലുള്ള അന്ന് വന്നില്ല. അതിന് കാരണം അവർ പറഞ്ഞു ഇത്രേ ഉള്ളൂ, ഇവിടെയുള്ള ആളുകളുടെ അത്ര ഇമ്മ്യൂണിറ്റി ഈ പറഞ്ഞ രീതിയിൽ ശുദ്ധി ചെയ്താൽ ഒരിക്കലും ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ ഈ നമ്മളെ ഒരു കൊതുക് കടിച്ചാൽ ഒരു അടി കൊടുക്കുകയുള്ളൂ. ഒരു അമേരിക്കയിൽ നിന്ന് ഒരു സായിപ്പിനെ കൊതുക് കടിച്ചാൽ ഉടനെ മറ്റേ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ സ്പ്രേ ചെയ്യുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.